നമസ്കാരം കൂട്ടുകാരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 യൂട്യൂബ് കരിയർ സുരക്ഷിതമാണോ? നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. നിങ്ങളൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന ആളാണോ, അല്ലെങ്കിൽ നിലവിൽ വീഡിയോകൾ ചെയ്യുന്ന ഒരാളാണോ എങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളൊരു വലിയ മുന്നറിയിപ്പാണ്. 2026 യൂട്യൂബ് ലോകം മൊത്തത്തിൽ മറിഞ്ഞിരിക്കുകയാണ്. പ്രമുഖ ക്രിയേറ്റർമാർ പോലും ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്താണ് ആ പ്രശ്നം? അതിനെ നമ്മൾക്ക് എങ്ങനെ അതിജീവിക്കാം? ഇതിനെക്കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഇന്ന് നമ്മൾ വീഡിയോയിൽ വിശദമായിട്ട് സംസാരിക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. കൂടെ ആ ഒരു ലൈക്ക് കൂടെ പ്രസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനുള്ള ബെൽ ബട്ടൺ കൂടി മറക്കാതെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം? കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, വലിയ ക്രിയേറ്റർമാരുടെ വീഡിയോകളിൽ പോലും സ്പോൺസർഷിപ്പുകൾ വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അതായത് ഗവൺമെൻറ്റിൻ്റെ ധാരാളം നിയന്ത്രണങ്ങൾ ഈ അടുത്തിടെ വന്നിട്ടുണ്ട്. പണ്ടൊക്കെ ധാരാളം സ്പോൺസർഷിപ്പുകൾ നൽകിയിരുന്ന ബെറ്റിങ്, ഗെയിം ആപ്പുകൾ പലതും ഗവൺമെൻറ് നിരോധിച്ചു. പിന്നെ കമ്മ്യൂണിറ്റി സ്ട്രൈക്കുകളെ കുറിച്ചിട്ട് പറയാതെ വയ്യ. ചില വെബ്സൈറ്റുകളെ കുറിച്ച് വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴേക്കും ചാനലുകൾക്ക് സ്ട്രൈക്ക് ലഭിക്കുന്നത് ബ്രാൻഡുകളെ പിന്നോട്ട് വലിക്കുന്നു. അതുപോലെ തന്നെ ആഗോളതലത്തിൽ നടക്കുന്ന യുദ്ധങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും കാരണം ബ്രാൻഡുകൾ പരസ്യത്തിനായിട്ട് പണം ചിലവാക്കുവാൻ മടിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ ആഡ്സെൻസിൽ നിന്നുള്ള വരുമാനം മാത്രം കൊണ്ട് ഇന്നൊരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. വലിയ ക്രിയേറ്റർമാർക്കാകട്ടെ അവരുടെ ടീമിന് ശമ്പളം നൽകുവാനും പിന്നെ ഈ സ്റ്റുഡിയോ സെറ്റപ്പൊക്കെ ചെയ്യുവാനും അതിനു വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കാനുമൊക്കെ വലിയ തുക ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആകട്ടെ ഈ സ്റ്റാഫൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നവരായിരിക്കും, സ്റ്റാഫിനുള്ള ശമ്പളം കൊടുക്കണം. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഈ വലിയ ക്രിയേറ്റർമാർ പലരും ഇപ്പോൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, അവർ ഇന്ന് സ്വന്തമായിട്ട് കോഴ്സുകളോ സർവീസുകളോ ഉൽപ്പന്നങ്ങളോ ഒക്കെ ലോഞ്ച് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു കാണും. സ്പോൺസർഷിപ്പുകൾ മാത്രം വിശ്വസിച്ചിട്ട് ഇനി മുന്നോട്ട് പോകുവാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് ഇതിന് കാരണം. പിന്നെ പല വലിയ ക്രിയേറ്റേഴ്സും ഇതിനെക്കുറിച്ചിട്ടൊന്നും പുറത്ത് പറയുന്നില്ലെങ്കിലും പിന്നാമ്പുറത്ത് നടക്കുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ. അതുപോലെ നിങ്ങളൊരു പുതിയ ക്രിയേറ്റർ ആണെങ്കിൽ പേടിക്കേണ്ടതില്ല. പക്ഷേ നിങ്ങളുടെ രീതി മാറ്റണം. ഇപ്പോൾ വലിയ ക്രിയേറ്റേഴ്സിൽ കുറേ പേര് അവരുടെ വർക്കിംഗ് സ്റ്റൈൽ ഇപ്പോൾ മാറ്റിയിട്ടുള്ളത് നിങ്ങളിൽ ഒരുപാട് പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതുപോലെ സ്വന്തം ഒരു ബ്രാൻഡ് വളർത്തുവാൻ ശ്രമിക്കുക. ഭാവിയിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പ്രൊഡക്റ്റോ സർവീസോ വിൽക്കുവാൻ തരത്തിലുള്ള അങ്ങനെയുള്ള രീതിയിലുള്ള കണ്ടൻറ്റ് നിർമ്മിക്കുവാൻ ശ്രദ്ധിക്കുക. പിന്നെ പലർക്കും അറിയാം, യൂട്യൂബിൻ്റെ പുതിയ ഷോപ്പിംഗ് ഫീച്ചറുകൾ, അഫിലിയേറ്റ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ അഫിലിയേറ്റ് പ്രോഗ്രാമൊക്കെ വഴി നല്ലൊരു വരുമാനം തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ തന്നെ എൻ്റെ വീഡിയോയിലൊക്കെ കാണും, കുറേ ഷോർട്സ് വേറൊരു ചാനലിൽ അതിൽ പ്രോഡക്റ്റ്സൊക്കെ ടാഗ് ചെയ്ത് അങ്ങനെ സെയിൽസ് വഴി കിട്ടുന്ന കമ്മീഷനും വരുമാനവും ഒക്കെ ഇത് ഒരു ബാലൻസിങ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീഡിയോസിലൊക്കെ പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്യുന്നത് നല്ലൊരു വരുമാനമാണ്. ഇപ്പോൾ ഒരു ലോങ് ടേം വിഷനോടെ യൂട്യൂബിൽ വർക്ക് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. വെറുതെ വീഡിയോസ് ഇട്ടത് കൊണ്ടോ ആഡ്സെൻസിൽ നിന്നുള്ള ആ ഒരു വരുമാനത്തെ മാത്രം ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്നത് ഇന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ കുറേ പേര് ഈ യൂട്യൂബിനെ മാത്രം വിശ്വസിച്ചിട്ട് മുമ്പോട്ട് പോകുന്ന ധാരാളം പേരുണ്ട്. അതിൽ നിന്നും കിട്ടുന്ന വരുമാനം വെച്ച് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നവരും. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ കേവലം വ്യൂസിനും അഡ്സെൻസിനും വേണ്ടി മാത്രം വീഡിയോ ചെയ്യാതെ ഒരു ദീർഘകാല ലക്ഷ്യം മനസ്സിൽ കണക്ക് കൂട്ടി അതനുസരിച്ചിട്ട് മുമ്പോട്ട് പോകാനായിട്ട് ചുരുക്കത്തിൽ കാര്യങ്ങൾ എന്താണെന്നുള്ളൊരു ഏകദേശ ധാരണ എല്ലാവർക്കും മനസ്സിലായി കാണും. പ്രത്യേകിച്ചും പുതിയതായിട്ട് യൂട്യൂബിൽ വരുന്നവർക്കൊക്കെ പഴയ രീതിയിലുള്ള യൂട്യൂബ് കളികളൊന്നും ഇനി നടക്കില്ല. കാലത്തിനനുസരിച്ചിട്ട് മാറിയാൽ മാത്രമേ നമ്മൾക്കിവിടെ നിലനിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മാത്രമല്ല ഇപ്പോഴത്തെ
വളരെ ടഫായിട്ടുള്ള കോമ്പറ്റീഷനാണ് എല്ലാ ഫീൽഡിനും ഉള്ളതുപോലെ തന്നെ യൂട്യൂബിലും ധാരാളം ക്രിയേറ്റേഴ്സ് ഇപ്പോൾ പുതിയതായിട്ട് വരുന്നുണ്ട്. ഒരുപാട് ക്രിയേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കോമ്പറ്റീഷനും കൂടും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങളും എന്തൊക്കെയാണ് ചേഞ്ചസ് വരുത്തേണ്ടത് എന്നുള്ളത് ആലോചിക്കുക. നിങ്ങൾ ഏത് തരത്തിലുള്ള കണ്ടൻറ്റാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, താഴെ അതിനെക്കുറിച്ചിട്ട് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരെ ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട അഭിപ്രായങ്ങളും യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള ടിപ്സും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കുവാനും അറിയാനുമായിട്ടും ടെക്കി ലേഡി എന്ന എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ദിവസവും പുതിയ വീഡിയോസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ മറക്കാതെ അടുത്ത വീഡിയോയിൽ എല്ലാവരെയും കാണാം.